നമസ്കാരം. ദി ന്യൂസ് ഡേയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തെ കേവലമൊരു ഭരണവിരുദ്ധ തരംഗമായി കാണാനാവുകയില്ല. ഭരണത്തിലെ മൂന്നാം ഊഴം ലക്ഷ്യമിട്ടിരുന്ന LDFിൻ്റെ പ്രതീക്ഷകൾ നിഷ്പ്രഭമാവുകയും UDF ചരിത്ര വിജയത്തോടെ അധികാരത്തിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ്. 140-ൽ 102 സീറ്റുകളും പിടിച്ചടക്കിക്കൊണ്ടുള്ള UDFിൻ്റെ ഈ വരവ് വ്യക്തമായ ജനവിധിയാണ്. 2021-ൽ 99 സീറ്റുകൾ നേടി തുടർച്ചാ ഭരണത്തിലേക്ക് കടന്ന LDF ഇത്തവണ വെറും 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയതോടെ കേരളത്തിലെ CPM രാഷ്ട്രീയം നിലപാടുകളിൽ തന്നെ പൊളിച്ചെഴുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. പതിറ്റാണ്ടുകളായി ഉറച്ചു നിന്ന കോട്ടകൾ തന്നെയും കൈവിട്ടതും പല ജില്ലകളിൽ ഒരു സീറ്റ് പോലും നേടാനാകാതിരുന്നതും ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ആഴത്തിൽ പടർന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകളും പുറത്തു വന്ന വിമത വിജയങ്ങളും ഈ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ വിജയം പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ഫലമെന്നതിലുപരി പാർട്ടിയെ തിരുത്താനുള്ള അണികളുടെ അചഞ്ചല നിലപാട് കൂടിയാണെന്നും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഭരണപ്പേരിലുള്ള അഹങ്കാരം, ധാർഷ്ട്യം, ധിക്കാരം, അഴിമതി ആരോപണങ്ങൾ, സ്വജന പക്ഷപാതിത്വം, അധികാരത്തിൻ്റെ അമിത കേന്ദ്രീകരണം, ഇത്തരം പ്രവണതകളോടുള്ള പൊതുജനങ്ങളുടെയും പാർട്ടി അനുഭാവികളുടെയും വിയോജിപ്പ് കൂടിയാണ് ഈ വിധിയെന്ന് ചുരുക്കി പറയാം. ഇത്തരത്തിലെ ഒട്ടേറെ രാഷ്ട്രീയ കാരണങ്ങൾക്ക് പുറമെ സാമൂഹിക സാമുദായിക സമവാക്യങ്ങൾ കൈകാര്യം ചെയ്ത രീതികളും ന്യൂനപക്ഷ മനസ്സുകളിൽ ഉടലെടുത്ത അരക്ഷിതാവസ്ഥയുമെല്ലാം ബലം ഉവ്വിതമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്നത് നിഷേധിക്കാനാവില്ല. മൂന്നാമതും UDF പരാജയപ്പെട്ടാൽ അത് BJPക്ക് വരാനുള്ള സാഹചര്യമൊരുക്കുമെന്ന ആശങ്കയിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമുണ്ടായെന്ന വിലയിരുത്തൽ ശരിയെങ്കിൽ അത് കേരളത്തിൻ്റെ മതേതര ചേരിയിൽ നിന്ന് ഇടതുപക്ഷം കാതങ്ങൾ അകന്നുവെന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ്. എങ്ങനെ CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷത്തോട് ന്യൂനപക്ഷ ജനസമൂഹത്തിന് ഇത്രമേൽ അവിശ്വാസത്തോട് ഉയർന്നുവെന്ന ആത്മപരിശോധന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. CPM നേതൃത്വം മൃദു ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളുടെ ചുവട് പിടിച്ചുള്ള ചർച്ചകൾ അടുത്തിടെ കേരള രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ചിരുന്നു. ജാതി സാമുദായിക സമവാക്യങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രവണതയാണ് കുറച്ച് വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ കണ്ടത്. രാഷ്ട്രീയ അടിത്തറ വികസിപ്പിക്കാമെന്ന കണക്കുകൂട്ടലോടെയാണ് വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കളെ കൂടെ നിർത്തുന്ന നീക്കങ്ങൾ നടന്നത്. SNDP, NSS തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളുമായി അടുപ്പം പുലർത്തുകയും അവരുടെ സ്വാധീനം രാഷ്ട്രീയ നേട്ടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യാമെന്ന വിശ്വാസം ഭരണകൂടത്തിൻ്റെ സമീപനത്തിൽ വ്യക്തമായി രൂപപ്പെട്ടു. എന്നാൽ ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചതിലുപരി ഭിന്നതകൾ കൂടുതൽ ആഴത്തിലാക്കിയെന്ന വിമർശനത്തെയാണ് CPM കണ്ടില്ലെന്ന് നടിച്ചത്. വെള്ളാപ്പള്ളിയെപ്പോലുള്ള നേതാക്കളുടെ വിവാദ പ്രസ്താവനകൾക്കും മതാധിഷ്ഠിത പരാമർശങ്ങൾക്കും അനുകൂലമായ മൗനം പാലിച്ചതും അവയെ ചെറുതായി കാണിച്ചതും രാഷ്ട്രീയ സംസ്കാരത്തെ ദോഷകരമായി ബാധിച്ചുവെന്ന വിലയിരുത്തൽ വ്യാപകമാണ്. ഈഴവ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നുവെന്ന CPM വിരുത്തലുകളെ പോലും അപ്രസക്തമാക്കിയാണ് മുഖ്യമന്ത്രി തന്നെ അപര വിദ്വേഷത്തിൻ്റെ വക്താവായ വെള്ളാപ്പള്ളിക്ക് പച്ച പരവതാനി വിരിച്ചതും ഔദ്യോഗിക കാറിൽ കയറ്റിക്കൊണ്ട് പോയതുമൊക്കെ. മതനിരപേക്ഷതയെ അഭിമാനമായി കാത്തുസൂക്ഷിച്ചിരുന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവണതയ്ക്കുള്ള തിരിച്ചടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താനാവുന്നുണ്ട്. ഈ ആപൽക്കര നീക്കത്തിനെതിരെ ജാതിമത വിശ്വാസമില്ലാതെ കേരളം കൈകോർത്തപ്പോൾ പിറന്നത് ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമെന്നത് പുതിയ രാഷ്ട്രീയ ദിശാസൂചികയാണ്. ഇതിനിടയിൽ BJPയുടെ മുന്നേറ്റം ശ്രദ്ധേയവും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ചരിത്രത്തിലാദ്യമായി 3 സീറ്റുകൾ നേടിയ കേരള നിയമസഭയിൽ സാന്നിധ്യം ഉറപ്പിച്ചതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ സാധ്യതയുടെ സൂചനകൾ അവർ നൽകിയിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ട നിലപാടുകളിൽ നിന്ന് ഉയർന്ന് നിർണായക മണ്ഡലങ്ങളിൽ വിജയം നേടിയത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തന രീതിയിലുണ്ടായ മാറ്റങ്ങളുടെ ഫലമായാണ് വിലയിരുത്തപ്പെടുന്നത്. പരമ്പരാഗത വോട്ടിംഗ് രീതിയിൽ മാറ്റമുണ്ടാക്കുന്നതിൻ്റെ സൂചനകളായി അത് കാണാം. മേനി പറഞ്ഞ് ഇറങ്ങിയ BJPക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരട്ടപ്പൂട്ടിട്ട നേമത്ത് അക്കൗണ്ട് വീണ്ടും തുറന്നതും കഴക്കൂട്ടത്തും ചാത്തന്നൂരും താമര വിരിയിക്കാനായതും കേരള രാഷ്ട്രീയത്തിലെ ആപൽ സൂചനകളാണ്. BJP വിജയപ്രതീക്ഷ വച്ചിരുന്ന UDF മണ്ഡലങ്ങളായ മഞ്ചേശ്വരത്തും പാലക്കാട്ടും പടിക്ക് പുറത്താണെങ്കിലും LDF മണ്ഡലങ്ങളിൽ വിജയം വരിക്കാൻ സംഘപരിവാർ ശക്തികൾക്ക് സാധിച്ചു.
20% വോട്ട് വിഹിതം ലക്ഷ്യമിട്ട് പ്രചാരണം നടത്തിയ BJPക്ക് 15% വോട്ട് മാത്രമേ അക്കൗണ്ടിലാക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും 6 2ാം സ്ഥാനത്ത് എത്താനായി. പല A ക്ലാസ് മണ്ഡലങ്ങളിലും ഘടകകക്ഷികൾക്ക് നൽകിയിട്ടുള്ള BJPയുടെ രാഷ്ട്രീയ പരീക്ഷണത്തിന് UDF സുനാമിയിൽ തിരിച്ചടിയായില്ലായിരുന്നുവെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രയാണം മറ്റൊരു പാതയിലൂടെയാകുമായിരുന്നുവെന്ന് ആശങ്കപ്പെടുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സർക്കാരിൻ്റെ പരാജയവും മറ്റൊന്നിൻ്റെ വിജയവുമെന്നതിലുപരി ജനങ്ങളുടെ പ്രതീക്ഷകളും ആശങ്കയും ഒരുപോലെ പ്രകടമാക്കിയ ശക്തമായ സന്ദേശമാണ്. അധികാരം സ്ഥിരമല്ലെന്നും അത് ജനങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും ഈ വിധി വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. UDFന് ഇത് ഒരുപോലെ അവസരവും വെല്ലുവിളിയുമാണ്. നേടിയ വിശ്വാസം നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ള ഭരണവും ഏകോപിത പ്രവർത്തനവും അനിവാര്യമാണ്. സംഘടനാ രീതിയും നേതൃത്വ ശൈലിയും പുനർപരിശോധിച്ച് ജനങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അധികാരം സേവനത്തിനായിരിക്കണം, ആധിപത്യത്തിനല്ല. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ വിനയവും സുതാര്യതയുള്ള ഭരണശൈലിയും തന്നെയാണ് വേണ്ടത്. അതുതന്നെയാവണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ബാക്കി പത്രം.